സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് സങ്കീർത്തനം 143 6, 7 തിരുവചനങ്ങൾ വായിക്കുന്നു. ഞാൻ എൻ്റെ കൈകളെ നിങ്കലേക്ക് മലർത്തുന്നു, വരണ്ട നിലം പോലെ എൻ്റെ പ്രാണൻ നിനക്കായി ദാഹിക്കുന്നു. യഹോവേ, വേഗം എനിക്ക് ഉത്തരമരുളണമേ. എൻ്റെ ആത്മാവ് കാംക്ഷിക്കുന്നു. ഞാൻ കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെ ആകാതിരിപ്പാൻ നിൻ്റെ മുഖത്തെ എനിക്ക് മറയ്ക്കരുതേ. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട 143 സങ്കീർത്തനം 6, 7 തിരുവചനങ്ങളിൽ ദാവീദിൻ്റെ ദൈവത്തിനായിട്ടുള്ള ആത്മീയ ദാഹമാണ് നാം കാണുന്നത്. ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദാവീദിന് പ്രാർത്ഥന ജീവശ്വാസം പോലെയായിരുന്നു. താൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കുമെന്ന് മറ്റൊരു സങ്കീർത്തനത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. ദാവീദിൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥന ഒരു ജീവശ്വാസം പോലെ അദ്ദേഹം ശീലിച്ചിരുന്ന ഒന്നാണ്. ആ പ്രാർത്ഥനയുടെ ഭാഗമായി നാം 143 സങ്കീർത്തനം 6, 7 തിരുവചനങ്ങളെ കാണുമ്പോൾ ആ പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിലിരുന്ന് ദാവീദ് ധ്യാനിക്കുകയാണ്. ആ ധ്യാനമധ്യേ അദ്ദേഹത്തിനുണ്ടായ അനുഭവമാണ് അദ്ദേഹം വിവരിക്കുന്നത്. നാം വായിച്ചു കേട്ട 143 സങ്കീർത്തനത്തിൽ 6 വാക്യത്തിൽ ഞാൻ എൻ്റെ കൈകളെ നിങ്കലേക്ക് മലർത്തുന്നു എന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ അടയാളമാണ്. പ്രാർത്ഥിച്ചപ്പോഴുണ്ടായ അനുഭവം അടുത്തതായി വിവരിക്കുന്നു. വരണ്ട നിലം പോലെ എൻ്റെ പ്രാണൻ നിനക്കായി ദാഹിക്കുന്നു. ദൈവത്തിനായിട്ടുള്ള ഒരു വിശപ്പ്, ദൈവത്തെ പ്രാപിക്കുവാനുള്ള ഒരു ദാഹം, ഇത് ദാവീദിനുണ്ടായിരുന്നു. ഇത് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കേണ്ടുന്ന ഒരു ആത്മീയ ഗുണമാണ്. 42 സങ്കീർത്തനത്തിൽ മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നുവെന്ന് അവിടെ ആ സങ്കീർത്തനം എഴുതിയ കോരഹ് പുത്രന്മാരുടെ ധ്യാനത്തെ നാം കാണുന്നു. ഇവിടെ നാം വായിച്ചു കേട്ട 143 സങ്കീർത്തനം 7 വാക്യത്തിൽ അതുതന്നെയാണ് നാം കാണുന്നത്. എൻ്റെ ആത്മാവ് കാംക്ഷിക്കുന്നു. എന്തിനാണ് ദൈവം ഇത്ര അത്യാവശ്യമായി ദാവീദ് ദൈവത്തെ കാംക്ഷിക്കുന്നത്? ഈ വേദഭാഗത്ത് പറയുന്നു, ഞാൻ കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെ ആകാതിരിപ്പാൻ. ഞാൻ കുഴിയിലിറങ്ങുന്നവരെ പോലെ ആകാതിരിപ്പാൻ എന്ന് പറഞ്ഞാൽ ഞാൻ നശിച്ചു പോകാതിരിക്കുവാൻ എന്നാണ് അർത്ഥം. അതെ, എൻ്റെ പ്രാണൻ്റെ നിലനിൽപ്പിനായി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവെന്ന് സാരം. ദൈവം തൻ്റെ മുഖത്തെ ദാവീദിന് മറയ്ക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വാക്യം അവസാനിക്കുന്നത്. സങ്കീർത്തനം 143:7. ദൈവമേ, അങ്ങയുടെ മുഖത്തെ എനിക്ക് മറയ്ക്കരുതേ എന്ന്. അതെ, എനിക്കും നിങ്ങൾക്കും അത്യന്താപേക്ഷിതമായ ഒരു പ്രാർത്ഥനയാണിത്. നാം ദൈവത്തോട് അനുനിമിഷം പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു പ്രാർത്ഥനാ വാചകമാണ്, ദൈവമേ, അങ്ങയുടെ മുഖം എനിക്ക് മറയ്ക്കരുതേ. ദൈവം തൻ്റെ മുഖം നമുക്ക് മേൽ മറച്ചാൽ ദാവീദ് ഇവിടെ പറയുന്നത് പോലെ നാം കുഴിയിൽ അഥവാ ശവക്കുഴിയിൽ ഇറങ്ങിപ്പോകുവാൻ ഇടയാകും.
അഥവാ നശിച്ചു പോകുവാനിടയാകും. നാം നശിച്ചു പോകാതിരിപ്പാൻ ദൈവത്തിൻ്റെ കൃപാ കടാക്ഷം അഥവാ ആ ദൈവത്തിൻ്റെ മുഖപ്രകാശം നമുക്ക് അനുനിമിഷം അത്യന്താപേക്ഷിതമാണ്. അത് പ്രാർത്ഥനയിലൂടെ ലഭ്യവുമാണ്. ദാവീദ് പ്രാർത്ഥിച്ച് ആ ജീവൻ്റെ പ്രകാശം കൈക്കൊണ്ടതുപോലെ നമുക്കും ദൈവത്തോട് പ്രാർത്ഥിച്ച്, ദൈവത്തിനായി ദാഹിച്ച്, ദൈവത്തിനായി കാംക്ഷിച്ച്, ദൈവത്തോട് അപേക്ഷിച്ച് ഈ അനുഗ്രഹങ്ങളെ പ്രാപിക്കാം. ആമേൻ.